മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 30ാമത്തെ വല്യപ്പയാണ്. വലിയ മഹാനായിരുന്നു. അദ്ദേഹം ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു, വലിയ ധനാഢ്യനായിരുന്നു. 13 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. യമനിൽ വന്നപ്പോൾ 13 ഒട്ടകങ്ങൾ സ്വർണവും വെള്ളിയും ചുമക്കുകയായിരുന്നു. ഭയങ്കര ധനാഢ്യനായിരുന്നു. 13 ഒട്ടകം സ്വർണം വെള്ളിയും ചുമക്കാൻ കൂടെ ഉണ്ടായിരുന്നു. വഴിയിൽ കിട്ടുന്നത് മുഴുവനും ദാനം ചെയ്തു. എന്നിട്ടും ഹലർ മൗത്തിലേക്ക് ഇന്നത്തെ ഈ അഹ്ലു ബൈത്തിന്റെ മുഴുവനും പേര് ഹലർ മൗത്തിലാണ്. ഹലർ മൗത്തിൽ നിന്ന് വരുന്നത് ബസറയിൽ നിന്നാണ്. ബസറയിൽ നിന്ന് ആദ്യമായി ഹലർ മൗത്തിൽ വന്നത് അഹ്മദുൽ മുഹാജിർ. നാട് വിട്ട് അള്ളാഹിന്റെ ദീനി സംരക്ഷണത്തിന് വേണ്ടി യമനിലേക്ക് പോയി എന്ന നിലക്കാണ് അദ്ദേഹത്തിന് മുഹാജിർ എന്ന് പേര് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിലെ അപശബ്ദ വിഭാഗമായ ഖവാരികളും ഷിയാത്തും അനവധി അവരുടെ അരികിൽ വന്ന് എല്ലാ ദിവസവും തൗബ ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങി വരാറുണ്ടായിരുന്നു. വലിയ മഹാനായിരുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അവരാണ് ആദ്യമായി ഹലർ മൗത്തിൽ വന്നിട്ടുള്ളത്. ഒരു ദിക്റും കൂടി ചെല്ലിയാൽ ഹലർ മൗത്തിന്റെ പ്രാധാന്യത്തിലേക്ക് ചെറിയ ഒരു വിരൽ ചൂണ്ടൽ നടന്നു. ബഹുമാനപ്പെട്ടവർ വന്നു, ഹലർ മൗത്തിൽ വന്നു. ഹലർ മൗത്തിനെ കുറിച്ച് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഹലർ മൗത്തിന്റെ പരിസരത്തുള്ളിലുള്ള തെരീം എന്ന ഗ്രാമത്തിലാണ് ആദ്യമായി അഹ്മദുൽ മുഹാജിർ റളിയല്ലാഹു അൻഹു താമസിച്ചത്. അക്കാലത്ത് തന്നെ എമ്പാടും മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന പ്രവിശ്യയായിരുന്നു തെരീം. ആ തെരീം പട്ടണത്തിലാണ് ബഹുമാനപ്പെട്ടവർ താമസിച്ചിട്ടുള്ളത്. തെരീം പട്ടണത്തിന് വേറെയും പ്രാധാന്യമുണ്ട്, ശ്രദ്ധിക്കുക. തെരീം പട്ടണത്തിന് വേണ്ടി ഇന്നത്തെ ഈ കാണുന്ന അഹ്ലു ബൈത്ത് മുഴുവനും പാണക്കാട്ടെ കുടുംബം മുഴുവനും തെരീമിൽ നിന്ന് വന്നവരാണ്. മദീന, ബസറ, തെരീം. ബസറ ഉണ്ടാക്കിയത് മദീനത്തുൽ ബസറ. ആരുടെ മദീനയാ? ബസറ പട്ടണം ഉണ്ടാക്കിയത് സയ്യിദുനാ ഉമർ. ശ്രദ്ധിക്കണം, അവിടെ നിന്ന് ബസറ പട്ടണം ഉണ്ടാക്കിയത് സയ്യിദുനാ ഉമർ. മദീന കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രം ബസറയാണ്. അവിടെ നിന്ന് വന്നത് തെരീമിലാണ്. തെരീമിന്റെ പ്രാധാന്യം കിട്ടും. തെരീമികൾക്ക് വേണ്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ ദുആ ചെയ്തിട്ടുണ്ട്. അന്ത്യനാളിൽ ഏറ്റവും കൂടുതൽ സാലിഹീങ്ങൾ മഹ്ശറിൽ വരിക മദീനയിൽ നിന്നും തെരീമിൽ നിന്നും ആയിരിക്കുമെന്നാണ് പ്രമാണം. അന്ത്യനാളിൽ അല്ലാഹുവിന്റെ മഹ്ശറിൽ ഏറ്റവും കൂടുതൽ സാലിഹീങ്ങൾ വരിക മദീനയിൽ നിന്നും തെരീമിൽ നിന്നുമായിരിക്കും. തെരീമിന് വേണ്ടി മഹാനായ സിദ്ദീഖ് ദുആ ചെയ്തിട്ടുണ്ട്. എന്താ കാരണം? ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിയാദ് ബിൻ ലബീദ് അൽ അൻസാരിയെ യമനിലേക്ക് ഗവർണറായി അയച്ചു. സിയാദ് ബിൻ ലബീദ് അൽ അൻസാരി ആളൊന്നും അല്ലെങ്കിലും വലിയ മഹാനായിരുന്നു. സിയാദ് ബിൻ ലബീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പണക്കാരനൊന്നുമല്ല, വലിയ പിരിവിനൊന്നും പോകാൻ പറ്റൂല, വലിയ പൈസക്കാരനൊന്നുമല്ല. മഹാന്മാരെ പേര് പറയാം, ഉണ്ടാതിരിക്കണ്ട. വലിയ മുതലാളിമാരെ പേര് കേട്ടാൽ എല്ലാവരും ഇങ്ങനെ നട്ടി തിരിഞ്ഞു നോക്കുക. മഹാന്മാരെ പേര് ഉണ്ടാതിരിക്കുക. നമ്മളെ വിഷയമല്ല, കാരണം അവർ പോകുന്നിടത്ത് നമ്മൾ പോകുന്ന ഒരു ചിന്ത നമുക്കില്ല. ഏകദേശം എല്ലാവരും ഒക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ അങ്ങോട്ട് ഇല്ലല്ലോ, പിന്നെ എന്തിനാ മെനക്കെടുന്നതെന്നാണ്. ഏകദേശമൊക്കെ എല്ലാവരും ഉറപ്പിച്ചതുപോലെ ഉണ്ട് ഓരോരുത്തരെ ഇരുത്തം കണ്ടിട്ട്. ബഹുമാനപ്പെട്ട സിയാദ് ബിൻ ലബീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി അയച്ചു. ആര്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. യമനിൽ ബഹുമാനപ്പെട്ടവർ ഗവർണറായി വന്നപ്പോൾ ആദ്യം ബൈഅത്ത് ചെയ്യാൻ ഓടി വന്നത് തെരീമികളായിരുന്നു. ഈ തെരീമികളെ കുറിച്ച് വാർത്ത കിട്ടി. തന്റെ ഗവർണറെ ആദ്യം ബൈഅത്ത് ചെയ്തത് തെരീമികളാണെന്ന് കണ്ടപ്പോൾ തെരീമികൾക്ക് വേണ്ടി ദുആ ചെയ്തു സയ്യിദുനാ സിദ്ദീഖ്. തെരീമിന്റെ പ്രാധാന്യം ഞാൻ നേരത്തെ ഒരു വാക്കിൽ പറഞ്ഞു. അന്ത്യനാളിൽ മഹ്ശറയിൽ ഏറ്റവും കൂടുതൽ സാലിഹ്യങ്ങൾ വരിക 2 നാട്ടിൽ നിന്നാണ്. അവിടുന്നാണ് ഇവർ വന്നത്. തെരീം, മദീന, ബസറ, തെരീം, വളപട്ടണം, കോഴിക്കോട്, മലപ്പുറം, പാണക്കാട്. ആ ഭാഗത്തേക്ക് ഇങ്ങനെ വരാം. ഇങ്ങനെയാണ് എൻ്റെ മാപ്പ്. ആ മാപ്പിലൂടെ ഞാൻ വരാൻ പോവാണ്. മദീന, ബസറ, തെരീം, വളപട്ടണം, കോഴിക്കോട്, മലപ്പുറം, പാണക്കാട്. ഇങ്ങനെയാണ്. ഇതാണ് അവരുടെ കബീലയുടെ മാപ്പ്. അങ്ങനെയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരീമികൾക്ക് വേണ്ടി അന്തകൂന മഅമൂറ, എക്കാലത്തും അത് സംരക്ഷിച്ചു നിലനിൽക്കണം എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗ്രാമത്തിന്റെ സംരക്ഷണത്തിന് ദുആ ചെയ്തു. രണ്ടാമത്തേത് വഅഹിയ കുസുറാ ഫീഹാ സ്വാലിഹൂൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ, തെരീമിൽ സ്വാലിഹീങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി ദുആ ചെയ്തു. ആര്? സിദ്ദീഖ് റളിയല്ലാഹു. മദീനക്ക് വേണ്ടി ദുആ ചെയ്തു ഹബീബ റസൂലുള്ളാഹ്. തെരീമിന് വേണ്ടി ദുആ ചെയ്തു സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണേ.
അവിടുത്തെ വെള്ളത്തിന് വളരെ ബറക്കത്തുണ്ടാകാനും. യമനിൽ ഏറ്റവും കൂടുതൽ സാലിഹ്യങ്ങളുള്ള മണ്ണാണ് എന്നല്ല, ലോകത്ത് തന്നെ ഏറ്റവും സാലിഹ്യങ്ങളുള്ള മണ്ണാണ്. ഏറ്റവും മനോഹരമായ വെള്ളവുമാണ് അവിടുത്തെ വെള്ളം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ദുആയാണ് കാരണം. അഹ്മദുൽ മുഹാജിർ റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. ആ മക്കളിൽപ്പെട്ട ഈ കബീല നിലനിന്ന അടുത്ത മകനാണ് ബഹുമാനപ്പെട്ട ഈ കബീല നിലനിന്നിട്ടുള്ള അടുത്ത മകനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉബൈദുല്ലാഹ്. അബ്ദുല്ലാഹ് എന്നായിരുന്നു പേര്, പക്ഷെ ഉബൈദുല്ലാഹ് അദ്ദേഹം തന്നെ ആക്കി. ഉബൈദുല്ലാഹ് എന്നാക്കാൻ കാരണം എന്താ? ഞാൻ കുഞ്ഞു അടിമാൻ, അതിൻ്റെ അർത്ഥം കുഞ്ഞു അടിമാൻ. ഞാൻ പഠിച്ചവൻ ഭയങ്കര വിനയമുള്ള ആളായിരുന്നു സയ്യിദ് ഉബൈദുല്ലാഹ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട സയ്യിദ് ഉബൈദുല്ലാഹ് എന്നവര് മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 29ാമത്തെ വല്യുപ്പയാണ്. വലിയ വിനയാന്വിതനായിരുന്നു, വലിയ മഹാനായിരുന്നു. അള്ളാഹുവിന്റെ ചെറിയ അടിമ എന്ന പേരിൽ അറിയപ്പെടാൻ വേണ്ടി കൊലിച്ചു. അതുകൊണ്ട് അബ്ദുള്ള എന്ന പേരിനെ അദ്ദേഹം തന്നെ ഉബൈദുള്ള എന്നാക്കി. ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് ഹിജ്റ 383 അദ്ദേഹത്തിന് 3 സന്താനങ്ങളുണ്ട്. അതിൽപ്പെട്ട അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹുവിലാണ് പണക്കാട്ട കബീല വരുന്നത്. അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ബഅലവി കബീലയുടെ പിതാവ്. ബഹുമാനപ്പെട്ട അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു. ബഅലവി കബീലക്കാർ എന്ന് പറയില്ലേ, ബഅലവി കബീലയുടെ പിതാവ് അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു ഉബൈദുള്ളയുടെ മകനായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 28ാമത്തെ വല്യുപ്പ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വലിയ വഅളനായിരുന്നു. മക്കയിലും മദീനയിലും യമനിലും മുഴുവനും അല്ലാഹുവിന്റെ ഖുർആനും ഹദീസും പറഞ്ഞ് വഅള് പറഞ്ഞ് ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ആളുകളെ അല്ലാഹുവിന്റെ ദീനിലേക്ക് കൊണ്ടുവന്നു. ആര്? അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു. അവരാണ് ബഅലവി കബീലയുടെ പിതാവ്. ശ്രദ്ധിക്കുക, അതായത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 28ാമത്തെ വല്യുപ്പ. അദ്ദേഹം 80 പേരെ സ്വന്തം ചെലവിൽ ഹജ്ജിന് കൊണ്ടുപോയി. വലിയ ധർമ്മിഷ്ഠനായിരുന്നു ബഹുമാനപ്പെട്ടവരും. എപ്പോഴും അള്ളാഹിന്റെ ദീനി പ്രബോധനത്തിന് വേണ്ടി മക്ക, മദീന, ഹിജാസ്, യമനിലൊക്കെ വഅള് പറഞ്ഞിട്ടുണ്ട്. ഖുർആനും ഹദീസിലും വലിയ വഅള് പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ടവരുടെ മകനാണ് അസ്സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു. അവർ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 27ാമത്തെ വല്യുപ്പയാണ് അസ്സയ്യിദ് ആരിഫ് ബില്ലാഹ് അസ്സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം തെരീമിൽ ബൈത്തുൽ ജുബൈർ എന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. വലിയ ഖുർആൻ ഹാഫിളായിരുന്നു, വലിയ ആലിമായിരുന്നു. ഒട്ടമുക്കാൽ സമയവും ഇബാദത്തിലായിരുന്നു. അല്ലാഹുവിന്റെ ആരിഫായിരുന്നു. അൽ ആരിഫു ബില്ലാഹ് അസ്സയ്യിദ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ഹിജ്റ 446 ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത്. വലിയ ചരിത്രമുണ്ട്, ഞാൻ ചുരുക്കുകയാണ്, എനിക്ക് ഒരുപാട് ദൂരം പോകാനുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കാണ്. അവർ 27ാമത്തെ വല്ലിപ്പയാണ്. അവരുടെ മകനാണ് അസ്സയ്യിദ് അലവി അൽ ഗൗസ് അൽ ഖുത്ബ് അൽ ഗൗസ് അൽ ഖുത്ബ് അൽ ഗൗസ് അൽ ആരിഫ് ബില്ലാഹ് അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരും തെരീമിൽ തന്നെ ജനിച്ചത്. ഇസ്ലാമിന് വേണ്ടി ഒരുപാട് നാടുകളിൽ യാത്ര ചെയ്തു. വലിയ ആരിഫായിരുന്നു, വലിയ സാഹിദായിരുന്നു. ആയിരക്കണക്കായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീനത്താൻ കാരണക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഹിജ്റ 512 വഫാത്തായി. അദ്ദേഹത്തിന്റെ മകനാണ് അൽ ആരിഫ് ബില്ലാഹ് അസ്സയ്യിദ് അലി റളിയല്ലാഹു അൻഹു. അലി അലവി ഇതൊക്കെ ഇടക്കിടക്ക് വരുന്നുണ്ട്, ആ ഭാഗത്തേക്ക് വരാം. അൽ ആരിഫ് ബില്ലാഹ് അസ്സയ്യിദ് അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 25ാമത്തെ അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു 26ാമത്തെ വല്ലിപ്പയാണ്. ഇത് 25ാമത്തെ വല്ലിപ്പയാണ് അസ്സയ്യിദ് അലി റളിയല്ലാഹു അൻഹു. വലിയ സാഹിദായിരുന്നു. അനവധി പള്ളികൾ യമനിലും പരിസരത്തും അനവധി പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ ആരിഫായ അസ്സയ്യിദ് അലി റളിയല്ലാഹു അൻഹു ആകുന്നു. റസൂലേ പോയി ഹബീബായ റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞു. പിന്നെയും പറഞ്ഞു. സലാം പറയുക തന്നെ. അസ്സലാമു അലൈക്കും യാ ജദ്ദി യാ റസൂലല്ലാഹ്. സലാം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആളുകൾ ഓടിക്കൂടി. ആളുകൾ ചോദിച്ചു, രണ്ടാവരും നിർത്താത്ത സലാം. അപ്പോൾ പറഞ്ഞു, വല്ലിപ്പ സലാം മടക്കുന്നവരെ സലാം പറയും. ഫറദ്ദന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖബരിഹി ശരീഫ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്.
ഉമ്മാക്കൊരു കയറുണ്ട് എന്ന് പറയാൻ വേണ്ടിയാ. പടച്ചവനെ, ഈ കുടുംബത്തിൻ്റെ കൂടെ ഈ അഹ്ലു ബൈത്തോട് കൂടെയും ഞങ്ങൾ നിലനിർത്തണം. ഏറ്റവും പുരാന് അവർ ഞങ്ങളെ വെറുക്കലിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. അവരെ ഞങ്ങൾ വെറുക്കലിനെ തൊട്ടും ഞങ്ങളെ കാക്കണമേ റബ്ബേ. അവരെ ഞങ്ങൾ വെറുക്കുന്നതിനെ തൊട്ടും അവർ ഞങ്ങളെ വെറുക്കുന്നതിനെ തൊട്ടും പടച്ചവനെ ഇടവരുത്തരുത്. പടച്ചവനെ കുരുത്തക്കെടിനെ തൊട്ട് ഞങ്ങളെ കാക്കണമേ റബ്ബേ. സലാം കൊണ്ട് പറഞ്ഞു. ആര് അല്ല അരിഫു ബില്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 25ാമത്തെ വല്യപ്പ അലവി സയ്യിദ് അലവി റളിയല്ലാഹുവിന്റെ വാപ്പ സയ്യിദ് അലി ഖാലി ഖസം റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ടവരെ റൗളയിൽ പോയി മുസ്തഫ നബിക്ക് സലാം പറഞ്ഞു, പിന്നെ സലാം പറഞ്ഞു, പിന്നെ സലാം പറഞ്ഞു, സലാം പറഞ്ഞു. ആളുകൾ ഓടിക്കൂടി ചോദിച്ചപ്പോൾ പറഞ്ഞു, വല്യപ്പ മടക്കുന്നത് വരെ സലാം പറയുക. അവസാനം ഫറദ്ദൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖബരിഹി ശരീഫ്. റസൂലുള്ളാഹി സലാം മടക്കി. ബഹുമാനപ്പെട്ട അൽ ആരിഫ് ബില്ലാഹ് സയ്യിദ് അലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 25ാമത്തെ വല്യപ്പയാണ്. അവരുടെ മകനാണ് അൽ ഖുത്ബുൽ ഔസ് അൽ ആരിഫ് ബില്ലാഹ് സയ്യിദ് മുഹമ്മദ് സാഹിബുൽ മിർബാത്ത്. 4ാമത്തെ വല്യപ്പയാണ്. അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ മിർബാത്തിലാണ്. അവിടെ പോയി സിയാറത്ത് ചെയ്യാൻ ഈ സാധുവിന് ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞ കൊല്ലം. അള്ളാഹു തന്നെ ഇനിയും പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. വല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ പോയാൽ തന്നെ ഒരു വല്ലാത്ത സ്ഥലമാണ്, വല്ലാത്തൊരു അനുഭൂതിയാണ്. മിർബാത്തിൽ പോയി ഞാൻ കഴിഞ്ഞ വർഷം തൗഫീഖ് ഉണ്ടായി ഒമാനിൽ പോകാൻ. അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് തോന്നുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഈ കബീലക്കാരുടെ മിർബാത്തിലെ പിന്നീടുള്ളവരുടെ മുഴുവനും ഒരു മുജമ്മ സാദാത്തിൽ അലവിയ എന്ന് പറയും. അലവി കബീലക്കാരുടെ ഒരു കോംപ്ലക്സ് ആണ് എന്ന് പറയും. ബഹുമാനപ്പെട്ട മഹാനായ അൽ ആരിഫ് ബില്ലാഹ് സയ്യിദ് മുഹമ്മദ് സാഹിബുൽ മിർബാത്ത് റളിയല്ലാഹു അൻഹു യൊമാനിൽ ലിഫാർ പ്രവിശ്യയിൽ മിർബാത്ത് പട്ടണത്തിൽ അന്ത്യവിശ്രമം കൊള്ളും. പിന്നീടുള്ള മൊത്തം ആലുബ അലവി തങ്ങന്മാരുടെയും പിതാവാണ്. മഹാപണ്ഡിതനും മഹാസൂഫിയുമായിരുന്നു. തന്റെ സ്വന്തം ചെലവിൽ മരണം വരെ 120 വീടുകളെ പോറ്റിയിരുന്നു. എന്നും 120 വീടുകൾ സ്വന്തം ചെലവിൽ പോറ്റിയിരുന്നു. വലിയ സാഹിബും വലിയ ആരിഫും വലിയ മുത്തസദ്ദിഖും ഇവരൊക്കെ അങ്ങനെയാണ്. ഇതന്നെയായിരുന്നു മുഹമ്മദ് ശിഹാബ് തങ്ങളും. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. കൈകിട്ടിയതൊക്കെ കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. രാജാക്കന്മാര് ബഹുമാനപ്പെട്ടവരുടെ വീട്ടുപടിക്കൽ കാത്തുകിടന്നിരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട്. സാഹിബുൽ മിർബാത്ത് ഒമാനിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോകണം. അതിൻ്റെ പുറത്ത് മീസാങ്കല്ല് നാട്ടിയിട്ടുണ്ട്. ആ മീസാങ്കലിൻ്റെ പുറത്ത് ചരിത്രം ഇങ്ങനെ സംക്ഷിപ്തമായി കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. അവർക്ക് പോകലൊരു പ്രത്യേക ആ മക്കബറയിൽ കയറിയാൽ തന്നെ എന്തോ ഒരു ചരിത്രം ഒന്നിങ്ങോട്ട് തടിക്ക് കയറിയത് പോലെ എനിക്ക് തോന്നുന്ന ഈ കൊല്ലം എനിക്കത് പറയാനുള്ള തൗഫീഖ് അവിടെ നിന്ന് റബ്ബ് വിധിച്ചതാണോ? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഹിജ്റ 556 ബഹുമാനപ്പെട്ടവർ സാഹിബുൽ മിർബാത്ത് വഫാത്തായിട്ടുള്ളത്. അവർ മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 24ാമത്തെ വല്യപ്പയാണ്. തങ്ങൾ ഈ ഖബർ സിയാറത്ത് ചെയ്തത് ഒരു സ്ഥലത്ത് തൻ്റെ ലേഖനങ്ങൾക്കിടയിൽ അനുസ്മരിച്ചിട്ടുണ്ട്. അവരുടെ മകൻ അൽ വലിയുൽ ഹബീബ് അൽ ആരിഫ് ബില്ലാഹ് അലി ഇബ്നു മുഹമ്മദ് സാഹിബുൽ മിർബാത്ത് അവർ ബഹുമാനപ്പെട്ടവരുടെ മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 23ാമത്തെ വല്യപ്പയാണ്. തുരീഖത്തിലെ ഖാദിരി തുരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു. വലിയ മുരീദന്മാരും എമ്പാടുമുണ്ടായിരുന്നു. എമ്പാടും സൂഫികളും സാഹിരികളും അവരവരുടെ റിബാത്തിന്റെ പരിസരത്തുണ്ടായിരുന്നു. വലിയ മഹാനായിരുന്നു. അൽ വലിയ തന്നെ പേരായിരുന്നു. അൽ വലിയ അൽ ഹബീബ് അലി ഇബ്നു മുഹമ്മദ് സാഹിബുൽ മിർബാത്ത് ഇവരുടെ 23ാമത്തെ വല്യപ്പ. അവർ ഹിജ്റ 591 വഫാത്തായി. അവരുടെ മകൻ അൽ ഖുത്ബുൽ ഔസ് അൽ ആരിഫ് ബില്ലാഹ് സയ്യിദ് മുഹമ്മദുൽ ഫഖീഹുൽ മുഖദ്ദം. അവിടെ ഒന്ന് പ്രത്യേകം സ്ഥലം നിർണ്ണയിക്കേണ്ട സ്ഥലമാണ് ഫഖീഹുൽ മുഖദ്ദം. ബഹുമാനപ്പെട്ട ഒരു വഫാത്തായത് ഹിജ്റ 653 അൽ ഫഖീഹുൽ മുഖദ്ദം. ഫഖീഹുൽ മുഖദ്ദം ഇവരുടെ ബഹുമാനപ്പെട്ട ഫഖീഹുൽ മുഖദ്ദം 2ാമത്തെ വല്യപ്പയാണ്. അവരെ അറിയാത്തവരുണ്ടായില്ല. ഫിഖ് അറിയുന്നവർക്ക് മുഴുവനും അറിയും. ഭയങ്കര ഫഖീഹായിരുന്നു. ഏത് മസലയും ഏത് മദ്ഹബിലും ഏത് മസലയും ഏത് നാട്ടിൽ നിന്നും ചോദിച്ചാൽ കിതാബ് നോക്കാതെ മറുപടി പറഞ്ഞിരുന്ന ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു അൻഹു ഇവരുടെ 22ാമത്തെ വല്യപ്പയാണ് ഫഖീഹുൽ മുഖദ്ദം റളിയല്ലാഹു അൻഹു. ഫഖീഹ് എന്ന് പറയാൻ കാരണം ഇങ്ങനെയാണ്. ഏത് കിതാബ് നോക്കാതെ പറയും. തെരീമിലായിരുന്നു ബഹുമാനപ്പെട്ടവർ. മുഖദ്ദം എന്ന് പറയാൻ കാരണം ലോകത്തിന്റെ നാനാഭാഗത്തും മഖ്ബറകൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും തന്റെ കുടുംബത്തിന്റെ മഖ്ബറയായ സമ്പൽ മഖ്ബറയിൽ ആദ്യം പോകുമായിരുന്നു. മഖ്ബറത്ത
സമ്പൽ കാന യുഖദ്ദിമു മഖ്ബറത സമ്പൽ ഫയബ്ദഉ ഫീ സിയാറത്തിഹാ. അൽ മുഅജബുൽ ലത്തീഫിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയായിരുന്നു ആദ്യം സിയാറത്ത് ചെയ്യുക. അത് കാരണം മുഖദ്ദം എന്നും ഫഖീഹുൽ മുഖദ്ദം എന്ന പേര് വന്നു. ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് ഇവര് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ ഫഖീഹുൽ മുഖദ്ദം 22ാമത്തെ വല്ലിപ്പയാണ്. അവര് ഹിജ്റ 653 വഫാത്തായിട്ടുള്ളത്. ഹിജ്റ 574 ജനിച്ചു, 653 വഫാത്ത്. ബഹുമാനപ്പെട്ടവരുടെ മകൻ അൽ ആരിഫ് ബില്ലാഹ് അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു 669 വഫാത്തായി. ജനനവർഷം തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനനവർഷമല്ല, മരണവർഷം. ആ ഹിജ്റ 669. അൽ ആരിഫ് ബില്ലാഹ് അസ്സയ്യിദ് അലവി റളിയല്ലാഹു. ഞാൻ ഓടാണ്, വലിയ വിഷയങ്ങൾ പിന്നീട് പറയാനുള്ളത് കൊണ്ട്. അവര് അസ്സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ 21ാമത്തെ വല്ലിപ്പയാണ്. അതിന്റെ താഴെ ഖുത്ബുൽ ആരിഫ് ബില്ലാഹ് സയ്യിദ് അലി റളിയല്ലാഹു അൻഹു 20ാമത്തെ വല്ലിപ്പയാണ്. അതിന്റെ താഴെ അവരും വലിയ ഹാഫിളായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ആകെ ഒരു ആൺകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മൗലദ് ദവീല റളിയല്ലാഹു അൻഹു. ഇവിടെയാണ് മൗലദ് ദവീല. ആ കുടുംബത്തിലാണ് പാണക്കാട് കുടുംബവും. ആ വഴിയാണ് ബഹുമാനപ്പെട്ട മഹാനായ മമ്പറത്ത് സയ്യിദ് അലവി മൗലദ് ദവീല റളിയല്ലാഹു അൻഹു. മൗലദ് ദവീല, ആ മൗലദ് ദവീല മൗലദ് ദവീലയെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. മൗലദ് ദവീല കബീലക്കാരുടെ വംശനാഥനാണ് ബഹുമാനപ്പെട്ട മഹാനായ ഖുത്ബുൽ ആരിഫ് ബില്ലാഹ് മുഹമ്മദ് മൗലദ് ദവീല റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹളർമൗത്തിന് കിഴക്കുള്ള ബജ്ബർ എന്ന സ്ഥലത്ത് ആ മഹാൻ താമസമാക്കിയതിനാലാണ് ഈ പേര് വന്നത്. മഹാനായ സയ്യിദ് മുഹമ്മദ് തന്റെ സ്വന്തക്കാരെ ഈ പ്രദേശത്ത് താമസിപ്പിക്കുകയും പിന്നീട് ഇവരാൽ ഇവിടെ ജനനിബിഡമാവുകയും നാഗരികതയുള്ള സ്ഥലമായി തീരുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം ഈ സ്ഥലത്തിനടുത്ത് യബ്ഹർ എന്ന പേരിൽ മറ്റൊരു ഗ്രാമവും ഉണ്ടായി. അപ്പോൾ ആദ്യത്തെ ഗ്രാമം ഉണ്ടാക്കിയ ആളുകൾ, ഒന്നാമത്തെ ആൾ മുന്തിയത് എന്ന അർത്ഥത്തിനാണ് യമനികൾ ദവീല എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ആദ്യത്തെ ഗ്രാമം ഉണ്ടാക്കിയ ആൾ എന്ന അടിസ്ഥാന ഗ്രാമത്തിന്റെ പിതാവാണ് എന്ന അടിസ്ഥാനത്തിൽ മൗലദ് ദവീല എന്ന് പറഞ്ഞു. ഇതാണ് മൗലദ് ദവീല കുടുംബത്തിന്റെ അസ്ല്. ബഹുമാനപ്പെട്ടവരെ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 19ാമത്തെ വല്ലിഫയാണ്. അവരുടെ ജനനം ഹിജ്റ 705 വഫാത്ത് ഹിജ്റ 765 ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ടുള്ളത് മൗലദ് ദവീല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അവരുടെ മകൻ അൽ ഖുത്ബുൽ ഔസ് ബില്ലാഹ് അൽ ആരിഫ് ബില്ലാഹ് സയ്യിദ് അബ്ദുറഹ്മാൻ സഖാഫ് റളിയല്ലാഹു അൻഹു. സഖാഫ് എന്ന പേര് വരുന്ന ഒരു രീതിയുണ്ട്. സഖാഫ് ഇവരുടെ വല്ലിപ്പയാണ്. എന്താ സഖാഫ് എന്ന് പറയാൻ കാരണം? എല്ലാ വലികളും എല്ലാ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മാലയിൽ പറയുന്നുണ്ടല്ലോ, എല്ലാ ഔലിയാക്കളുടെയും പെരടയുടെ മീതയാണ് എൻ്റെ കാൽ എന്ന് ഇവരുടെ ഒരു പിതാവ് മഹാൻ ബഹുമാനപ്പെട്ട അശേഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഹസനി ഖബീലയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ ആ സ്ഥാനത്തായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സഖാഫ് റളിയല്ലാഹു അൻഹു. സഖഫ് എന്നാൽ പൊരയുടെ മേൽഭാഗം എന്നാണ് അർത്ഥം. സഖാഫ് എന്നാൽ എല്ലാവരെയും മേലെയുള്ള ആൾ. അക്കാലത്ത് എല്ലാ ഔലിയാക്കളുടെ മേലെയായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ സഖാഫ് റളിയല്ലാഹു അൻഹു. 739 ജനിച്ചു, 819 വഫാത്തായി. ബഹുമാനപ്പെട്ടവരുടെ ശിഹാബ് തങ്ങളുടെ 18ാമത്തെ വല്ലിപ്പയാണ്. ആണും പെണ്ണുങ്ങളായി 20 മക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു മകനാണ് അബൂബക്കർ സക്രാൻ റളിയല്ലാഹു അൻഹു. സക്രാൻ എന്ന് പറഞ്ഞാൽ മത്ത് പിടിച്ച ആൾ എന്നാണ് ഇതിന്റെ അർത്ഥം. മത്ത് പിടിച്ച ആൾ എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹുവിൽ സദാ ചിന്തിക്കുന്ന ആളായിരുന്നു. വേറൊരു ദുന്യാവിയായ ചിന്ത ഉണ്ടായിരുന്നില്ല. അത് സക്രാൻ റളിയല്ലാഹു അൻഹു ഇവരുടെ 17ാമത്തെ വല്ലിപ്പയാണ്. ശ്രദ്ധിക്കണേ, ഇതൊക്കെ ആരാ? ഏതോ അഹ്ലു ബൈത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതല്ല. ഇത് മനസ്സിലാക്കണം. ഇതെങ്ങനെ അഹ്ലു ബൈത്തിൽ നിന്നിങ്ങനെ വന്നു, ഏതോ ഒരു കബീലയിൽ വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ഇവർക്കുള്ള പ്രത്യേകത എന്തുകൊണ്ട് ഇവർക്ക് ഈ പ്രാധാന്യം ലോകം കൽപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അതായത് ഒരു പൊട്ടായ ആൾ ആ കൂട്ടത്തിലില്ല. ഒക്കെ കുതുബീങ്ങൾ, ഗൗസിയങ്ങൾ. അബ്ദുറഹ്മാൻ സഖാഫ് റളിയല്ലാഹു അൻഹു
വിവരമുള്ളവർക്ക് മനസ്സിലാകും എന്താണ് പറഞ്ഞത്. സഖഫ് പുരയുടെ മേൽഭാഗം, സഖാഫ് വലിയ മഹാനായിരുന്നു. കാലത്തെ എല്ലാ ഔലിയാക്കളുടെയും നിന്നു അബ്ദുറഹ്മാൻ സഖാഫ് റളിയല്ലാഹു അൻഹു ഹിജ്റ 819 വഫാത്തായിട്ടുള്ളത്. അദ്ദേഹത്തിന് 20 മക്കളുണ്ട്. അതിൽപ്പെട്ട മക്കനാണ് സക്രാൻ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സക്രാൻ 821 വഫാത്തായി. വലിയ സൂഫിയായിരുന്നു. അല്ലാഹുവല്ലാത്തൊരു ചിന്ത ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ കൊടുത്ത പേരാണ് മത്ത് പിടിച്ചു പോയ ആള് സക്രാൻ. അല്ലാഹുവല്ലാത്തൊരു ചിന്ത ഇല്ല, വേറൊരു ചിന്തയില്ല, ഇലാഹിയായ സൂഫിയ. ولا مقصودهم جنات عدن ولا الحور الحسان ولا الخيام. ഒന്നും അവരെ ലക്ഷ്യമല്ല, അല്ലാഹുവല്ലാത്തൊരു ലക്ഷ്യമില്ല, ഒരു ലക്ഷ്യം അവർക്കില്ല. അതിൽപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സഖ്റാൻ റളിയല്ലാഹു അൻഹു. വലിയ കറാമത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ മകനാണ് ഇവരുടെ 16ാമത്തെ വല്യപ്പ ബഹുമാനപ്പെട്ട അശേഖ് അലി റളിയല്ലാഹു അൻഹു. ഞാൻ വിശദീകരിക്കുന്നില്ല. 818 തെരീമിൽ ജനിച്ചു, 895 തെരീമിൽ വഫാത്തായി ബഹുമാനപ്പെട്ടവർ. അവരുടെ മകനാണ്. അന്ന് നീട്ടുന്നില്ല, വലിയ വിഷയം പറയാൻ പോകുന്നത് കൊണ്ട്. അദ്ദേഹത്തിന് 10 മക്കളുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഇവരുടെ വല്യപ്പയാണ്. ഇവരുടെ 15ാമത്തെ വല്യപ്പയാണ് ബഹുമാനപ്പെട്ട അശേഖ് അസ്സയ്യിദ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. വലിയ കർമ്മശാസ്ത്രത്തിൽ വലിയ വിഖ്യാതനായ പണ്ഡിതനായിരുന്നു, വലിയ സാഹിദായിരുന്നു, വലിയ സൂഫിയായിരുന്നു. അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് ശിഹാബി ഖബീലയുടെ പിതാവ്. ഇപ്പൊ നമ്മളെവിടെ വന്നു? ഇങ്ങനെ വന്നിട്ട് ആലു ബഅലവി ഖബീല, ബഅലവി ഖബീല, ആലു ബഅലവി ഖബീല. ഇനി നമ്മൾ വരുന്നത് ശിഹാബി ഖബീലയിലേക്കാണ്. ഇനി പറയാൻ പോകുന്ന ആൾ ശിഹാബി ഖബീലയുടെ, ഇവർ ഈ കുടുംബത്തിന് മൊത്തം ശിഹാബ് എന്നാണ് പേര്. അദ്ദേഹം പെട്ടെന്ന് കൊണ്ടുപോവാ. ഇതെങ്ങനെ ഒരു പേരല്ല, ഇതെങ്ങനെ എല്ലാവർക്കും ഒരു പേര്, ഒക്കെ അങ്ങനെയാണ്. പൂക്കോയത്തങ്ങളും ശാബുദങ്ങളാണ്. ഹിജ്റ 946 വഫാത്തായിട്ടുള്ള അസ്സയ്യിദ് അഹ്മദ് ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം തെരീമിയാണ്, യമനിയാണ്, തെരീമിയാണ്, ശിഹാബി ഖബീല. ഇനി ഇവിടുന്ന് താഴേക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ കുടുംബ പേരായിട്ടുണ്ടാകും എന്ത്? ശിഹാബ്. അതൊരു കുടുംബ പേരാണ്. ഈ കുടുംബ പേരിനും ഒരു അസ്ലി കാരണമുണ്ട്. ശിഹാബ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ? അത് വളരെ ഗൗരവമായി പഠിക്കുന്ന വിഷയമാണ്. ബഹുമാനപ്പെട്ടവരുടെ പേര് അഹ്മദ് എന്നാണ്, ശിഹാബ് എന്ന് ജനങ്ങൾ കൊടുത്ത പേരാണ്. അതെന്റെ ജനങ്ങൾ കൊടുത്തു. ശിഹാബ് തീജ്വാല. ഏത് വിഷയം കട്ടൻട്രിയായി തീർക്കാൻ കഴിയുന്ന ആളാണ് ആര്? അഹ്മദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് വിഷയങ്ങൾ കട്ടൻട്രിയായി തീർക്കാൻ കഴിയുന്ന ഒരാൾ, താത്വികൻ എന്ന അടിസ്ഥാനത്തിൽ വന്ന പേരാണ് എന്ത്? ശിഹാബ്. ആ ഒരു കഴിവ് ഇവർക്ക് ഉണ്ടാവണേന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവണില്ല, നിങ്ങൾ ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ വല്യപ്പയുടെ പേര് ശിഹാബ് എന്നല്ല. 946 വഫാത്തായതാണ് ശിഹാബി ഖബീലയുടെ പിതാവ്. അദ്ദേഹത്തിന്റെ പേര് ശിഹാബ് എന്നല്ല, അദ്ദേഹത്തിന്റെ പിതാവ് പേര് അഹ്മദ് എന്നാണ്. ശിഹാബ് എന്നല്ല അദ്ദേഹത്തിന്റെ പേര്, അഹ്മദ് എന്നാണ്. പിന്നെ എന്തേ അദ്ദേഹത്തിന് ശിഹാബ് എന്ന പേര് വരാനുള്ള കാരണം? അദ്ദേഹം വലിയ താർക്കികനായിരുന്നു. ഭയങ്കര ഒരു വിഷയം അങ്ങോട്ട് പറഞ്ഞാൽ ഒറ്റ വാക്ക് മറുപടി അപ്പോൾ തീർക്കാൻ കഴിയും. ഈ തീർക്കം ഇന്നലെയുള്ള ശിഹാബിൽ വരെയും ഇന്നുള്ള ശിഹാബിൽ നമ്മൾ കാണുന്നുണ്ട്. കുരുത്താണ്. തൽക്കാലം ഒരു വോട്ടിന് ജയിച്ചിട്ട് നാട്ടിലെ പഞ്ചായത്ത് മെമ്പറായിട്ട് തൽക്കാലം താർക്കികനായിട്ട് മധ്യസ്ഥം വന്നതല്ല. ഇതിന്റെ അസ്ല് നമ്മൾ മനസ്സിലാക്കണം. ഇതെങ്ങനെ വന്നു? അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് എന്ന ശിഹാബുദ്ദീൻ. ദീനിൽ ചെങ്കോൽ തീജ്വാല, കാര്യത്തിനങ്ങട്ട് വെട്ടിമുറിച്ച് കട്ടൻട്രി പറയാൻ കഴിയുന്ന ഒരാളായിരുന്നു അഹ്മദ് റളിയല്ലാഹു അൻഹു. ഭിന്നിച്ചു നിൽക്കുന്നവരിലും എതിരാളികൾക്കുമിടയിൽ ഐക്യമുണ്ടാക്കാൻ സമർത്ഥനായിരുന്നു സയ്യിദ് അഹ്മദ് ശിഹാബുദ്ദീൻ. ശ്രദ്ധിക്കണേ, അതാണ് ഇപ്പൊ ഇന്നലെ വരെയുള്ള ശിഹാബിലും ഇന്നുള്ള ശിഹാബിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു താർക്കികൻ വിഷയങ്ങളെ തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവ് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, പരമ്പരാഗതമായി ഉണ്ടായി. ഒരു വല്യപ്പ 946 വഫാത്തായ അഹ്മദ് ശിഹാബുദ്ദീനാണ് ശിഹാബി ഖബീലയുടെ പിതാവ്. അദ്ദേഹം തന്നെ ഇങ്ങനെയുള്ള ആളായിരുന്നു. ഭിന്നിച്ചു നിൽക്കുന്നവരിലും എതിരാളികൾക്കുമിടയിൽ ഐക്യമുണ്ടാക്കാൻ സമർത്ഥനായിരുന്നു സയ്യിദ് അഹ്മദ് ശിഹാബുദ്ദീൻ. ഒരു തികഞ്ഞ നയതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം.
സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീന്റെ ശ്രമം മൂലമാണ് ഏറെ കാലത്തോളം ശത്രുതയിലും പിണക്കത്തിലുമായിരുന്ന യമനിലെ കതീർ യമാനി കുടുംബങ്ങളിൽ ഐക്യവും പ്രശ്നങ്ങളിലെ ഒത്തുതീർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അക്കാലത്തെ തീരാത്ത പ്രശ്നങ്ങൾ വരെ തീർത്തത് അഹമ്മദ് ശിഹാബുദ്ദീനാണ്. ഈ ഒരു കഴിവ് ശിഹാബി കബീലകളിൽ മുഴുവനും നിലനിൽക്കുന്നു. അത് ഇന്നോ ഇന്നലെയോ ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ പാണക്കാട്ട് കൊണ്ട് ആവശ്യം? ഒരു കാര്യം തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഒരു പാണക്കാട്ടുന്ന ഒരാൾ വേണോ എന്ന് ചോദിക്കാൻ, അവർക്കാണ് ഇതിന്റെ അധികാരം. അള്ളാഹു കൊടുത്തടാ, അള്ളാഹു ആണ് ഫദ്ല് കൊടുക്കും ചില ആളുകൾക്ക്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് എപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാനും സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങളൊക്കെ പരിപാടിക്ക് പോകും. വളരെ ദൂരേക്ക് പരിപാടി. ഞാനും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും കുവൈത്തിലേക്ക് പരിപാടിക്ക് പോയി. കുവൈത്തിലേക്ക് പോവുക. അദ്ദേഹത്തിന് പ്രസംഗം, ഒന്നാം ദിവസം പ്രസംഗം, എനിക്ക് 2 ദിവസം പ്രസംഗം. അദ്ദേഹത്തിന് പ്രസംഗം 5 മിനിറ്റ്, എനിക്ക് ഒന്നാം ദിവസം 4 മണിക്കൂർ, 2ാം ദിവസം 4 മണിക്കൂർ. ബഹുമാനം മുഴുവനും അവർക്ക്. ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് പഠിച്ചു തമ്പുരാൻ, ഇത് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ വളരെ ഞാൻ ചിന്തിച്ച വിഷയമാണ്. ബഹുമാനം മുഴുവനും അവരങ്ങോട്ട് കൊണ്ടുപോകും. അവരെണീക്കണോടുകൂടെ നേതാക്കന്മാർ മുഴുവൻ പോവുകയും ചെയ്യും. എനിക്ക് പിന്നെ എന്നോട് പറയും ചെയ്യും, എന്നോട് അവർ പറയും 4 മണിക്കൂറിൽ കുറയരുത് എന്ന്. എനിക്ക് തലേന്ന് 4 മണിക്കൂർ, പിറ്റേന്ന് 4 മണിക്കൂർ, എല്ലാത്തിനും പിന്നാം സ്ഥാനം. പണി മുഴുവനും എനിക്ക്. ഇവർക്ക് പ്രസംഗം 5 മിനിറ്റ്. ഇനി ഞാൻ പുതിയ സംഘടന ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് അള്ളാഹു കൊടുത്ത പോകില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കൊടുക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ കർണാടകയിലൊക്കെ ആ തങ്ങളോടുകൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ മുനവ്വർ ശിഹാബ് തങ്ങളും ഞാനും പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. അബ്ബാസ് ശിഹാബ് തങ്ങളും. അവർക്കൊക്കെ 2 മിനിറ്റ് 3 മിനിറ്റ് പ്രഭാഷണം. ഞാൻ തങ്ങളെ ഞാൻ കാത്തു നിൽക്കുന്നവരെ ചോദിക്കൽ അദബുകേടാണെന്ന് തോന്നും. കാരണം അവർ 2 മിനിറ്റ് കഴിഞ്ഞ് അവർ പോയി. അവർ പാണക്കെടുത്തിട്ട് എൻ്റെ പ്രസംഗം തീർന്നിട്ടുണ്ടാവില്ല. എന്നാൽ ബഹുമാനം മുഴുവൻ ഒരു കൊണ്ടുപോയി ചെയ്യും. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്തുകൊണ്ട്? അത് അങ്ങനെയാണ് അതിൻ്റെ അസില്. ഓരോരുത്തർ, എൻ്റെ വാപ്പ ഈ സ്റ്റേജിലുണ്ട്. വാപ്പയുടെ പേര് ഹംസ എന്നാണ്. വാപ്പയുടെ പേര് അഹമ്മദുട്ടി എന്നാണ്. അഹമ്മദുട്ടി എന്ന ആളുടെ വാപ്പൻ്റെ പേര് രായിൻ എന്നാണ്. രായിൻ എന്ന അവളുടെ വാപ്പൻ്റെ പേര് എനിക്കോട് പറഞ്ഞു തന്നിട്ടില്ല, എന്നോട് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഇനി അത് ചോദിക്കുന്നതിൽ വലിയ ഹൈറൊന്നും ഉണ്ടാവില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെ വ്യത്യാസം. അതുകൊണ്ട് ഇതെന്ന ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഇവിടെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഇവിടെ പിടികൂടിയൊരു ഹക്കിലാണ്. അതിൽ ആർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ അവർക്ക് നടക്കാവുന്നതാണ്. അവിടെ നീ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ ഖിയാമത്ത് നാൾ വരെ കഴിയുന്ന വിചാരിക്കുന്ന വഴി നടക്കുന്ന കാര്യമല്ല. ഈ ഉമ്മത്തിനെ, ഈ ഒരു കുടുംബത്തിനെ കൊണ്ടുപോകാൻ ആരും വിചാരിക്കേണ്ട, നടക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാൻ നമ്മളെ നാവിന് കരുത്ത് തന്നിട്ട്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുട്ടികൾക്ക് കൂടെ നിന്ന ആളുകളെ പേര് വിളിക്കുമ്പോൾ നമ്മളെ പേരും അള്ളാഹിൻ്റെ കോടതിയിൽ വിളിക്കട്ടെ. ബഹുമാനപ്പെട്ട അഹമ്മദ് ശിഹാബുദ്ദീനെ പറ്റി വലിയ അതാണ് ശിഹാബി കബീൽ. അദ്ദേഹത്തിന്റെ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ശിഹാബുദ്ദീൻ ഇവരുടെ ഇവരുടെ സക്രാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സക്രാൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ സയ്യിദ് ശിഹാബുദ്ദീൻ റളിയല്ലാഹുവിന്റെ മകനാണ് 13ാമത്തെ പേരമകൻ സയ്യിദ് ഉമർ ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. ഞാൻ നീട്ടുന്നില്ല. അവരും വലിയ മഹാനായിരുന്നു. ഉമർ ശിഹാബുദ്ദീൻ, അതായത് അഹമ്മദ് ശിഹാബുദ്ദീൻ വലിയ താർക്കികനും വലിയ നയതന്ത്രജ്ഞനുമായിരുന്നു. വലിയ ഐക്യത്തിന്റെ ആളായിരുന്നു. ആ ഐക്യം അമേരിക്കയിൽ പോയിട്ടും പ്രസംഗിച്ചത് ഈ ഐക്യമാണ്. പേരമകൻ ബഹുമാന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആസ്ട്രേലിയയിൽ ഇസ്ലാമിക സമ്മേളനത്തിന് പോയി. ആ ഭാഗം ഞാൻ പറയുന്നുണ്ട്. ആസ്ട്രേലിയയിൽ ഇസ്ലാമിക സമ്മേളനത്തിന് പോയിട്ട് പറഞ്ഞതും ഐക്യത്തിന്റെ വിഷയം. എന്തുകൊണ്ട് വല്യാപ്പ പറഞ്ഞതും ഐക്യ, മകൻ പറഞ്ഞതും ഐക്യ. അവർ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള അവരുടെ സ്വഭാവമാണ്. അതിൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചിട്ട് കാര്യമല്ല. ഐക്യം അവരുടെ രീതിയാണ്. ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കലും അവരുടെ കടമയാണ്. അതുകൊണ്ട് അവർ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതല്ല. അതും സാന്ദർഭികമായി നമ്മൾ ഓരോരുത്തരും സാന്ദർഭികമായി ചിന്തിക്കണം എന്നും ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. റമളാൻ ആയതുകൊണ്ട് ഐക്യത്തിനാണ് പ്രധാനം. കുത്തിത്തിരിപ്പ് ഒഴിവാക്കേണ്ട കാലമാണ്. ഐക്യമാണ് പ്രധാനം. അവരെവിടെ വെക്കുന്നോ അതുകൊണ്ടാണ് കേരളത്തിൽ ഏത് മസ്ലഹത്തോ ഏത് ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ ആ ഐക്യം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഴി ആകണമെന്ന് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ മഹാപണ്ഡിതനായിരുന്ന മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് പറഞ്ഞത് വന്യരായ ഉസ്താദ് ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് പ്രസംഗിച്ചത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്.
കേരളത്തിൽ ഏത് മസ്ലഹത്ത് ഉണ്ടായിക്കോട്ടെ, ആയിക്കോട്ടെ. പക്ഷെ ഐക്യം മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഴിയാവണം എന്ന് ശംസുൽ ഉലമ എഴുതി വെച്ചു. എന്തുകൊണ്ട്? അവർ ഐക്യത്തിന്റെ വക്താക്കളാണ്. അവരുടെ ഐക്യമാണ് ഐക്യം. അവരെ ഐക്യത്തിലൂടെയാണ് ഐക്യം. അവരാണ് ഐക്യത്തിന്റെ പിതാക്കന്മാർ. അവരിൽ നിന്ന് ആരും അകന്നു പോകാൻ പാടില്ല. അവർക്ക് അള്ളാഹു കൊടുത്ത മതമാണ്. 946 വഫാത്തായ അവരുടെ വല്യപ്പയായ സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു വലിയ ഐക്യത്തിന്റെ വക്താക്കളായിരുന്നു. അവരുടെ മകൻ ഉമർ ശിഹാബുദ്ദീൻ, അവരുടെ മകൻ സയ്യിദ് ശിഹാബുദ്ദീൻ, അവരുടെ മകൻ സയ്യിദ് ഉമറുൽ മഹ്ബൂബ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അവരുടെ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ശിഹാബുദ്ദീൻ, അവരുടെ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബുദ്ദീൻ എന്ന് കിട്ടുന്നില്ല. അവരുടെ മകൻ സയ്യിദ് അലി ശിഹാബുദ്ദീൻ, അവരുടെ മകൻ സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ, അവരുടെ മകനാണ് സയ്യിദ് ശിഹാബുദ്ദീൻ അലിയിൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. അതായത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 6ാമത്തെ വല്യപ്പ. ഇതുവരെയുള്ളതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഓടിച്ച് പറഞ്ഞത്, നീട്ടുന്നില്ല. പൂക്കോയത്തങ്ങൾ ശിഹാബ് തങ്ങൾ വലിയ ചർച്ച പറയാനുണ്ട്. ബാങ്ക് കൊടുത്താലും പെട്ടെന്ന് പോകരുത്. ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടേ നിസ്കാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ സമയം കൂടെ അഹ്ലുൽ ബൈത്തിനെ കുറിച്ച് പറഞ്ഞത് മുറിഞ്ഞു പോകണ്ട. അതൊരു ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. 6ാമത്തെ വല്ലിപ്പ ആദ്യമായി കേരളത്തിൽ വന്നത് ഇവരുടെ 6ാമത്തെ വല്ലിപ്പയാണ്. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും അനുജന്മാരുടെയും 6ാമത്തെ വല്ലിപ്പ സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവര് വളപട്ടണം കക്കുളങ്ങര പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. വളപട്ടണത്ത് ഞാൻ കഴിഞ്ഞതിന് മേലെ വർഷം സിയാറത്തിന് പോയിരുന്നു. അള്ളാഹു ഇനിയും പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. അതൊന്ന് സൗകര്യപ്പെട്ടാലൊന്ന് പോയി അവിടെ സിയാറത്ത് ചെയ്യുക. അവിടെ സിയാറത്തിന് പോയാൽ തന്നെ എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ആ കക്കുളങ്ങര പള്ളിയിൽ സിയാറത്തിന് പോയവരൊന്ന് കൈപൊക്കി. വീട്ടിൽ 1, 2 കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. വല്ലാത്തൊരു സ്ഥലമാണത്, വല്ലാത്ത ഒരു സ്ഥലമാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബിൻ്റെ ഒരു കൂടിയായ ബമ്പൻ എന്നെ ആ സ്ഥലം മുഴുവനും നടന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. എല്ലാം ഓരോരും കാണിച്ചു തന്നു. കഴിഞ്ഞതിന് മുല്ല വർഷം അത് ഒരു പ്രത്യേകതയാണ്. അവർ വല്യപ്പ അവിടെയാണ് കിടക്കുന്നത്. ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അലിയുൽ ഹദ്റമി. ഇനി വരുന്നവർക്കൊക്കെ ഈ 946 അഹമ്മദ് ശിഹാബുദ്ദീൻ മുതൽ ഇന്ന് വരെയുള്ളവർക്ക് മുഴുവനും ഉൾപ്പേരാണ്. എന്ത് കുടുംബ പേരാണ്? എന്ത് ശിഹാബുദ്ദീൻ എന്നാണ്. പക്ഷെ ചുരുക്കിയിട്ട് എന്ത് പറയും? ശിഹാബ് എന്ന് പറയും. ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി, ശിഹാബുദ്ദീൻ വലിയ കാല ഇമ്പിച്ചു കോയത്തങ്ങൾ ഒക്കെ ഈ കബീലയാണ്. ഷിഹാബി കബീല. ഷിഹാബ് എന്ന് പറയും. ചില ശിഹാബുദ്ദീൻ എന്ന് പറയും, ശിഹാബ് എന്ന് പറയും. ഇതാണ് ഇതിന്റെ അസ്ല്. 6ാമത്തെ വല്ലിപ്പ ശിഹാബുദ്ദീൻ അലിയിൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്നാണ് തെരീമിൽ നിന്ന് കോഴിക്കോട് വന്നു. കോഴിക്കോട്ട് വന്ന് സ്വീകരിച്ചതാരാ? സയ്യിദ് ജിഫ്രി റളിയല്ലാഹു അൻഹു, മാനവിക്രമൻ രാജാവും. അന്ന് കോഴിക്കോട്ട് പെരുന്നാൾ എന്നവർ. അല്ലാഹുവേ അവരോടൊക്കെ കൂടെ ഫിർദൗസിൽ പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. കോഴിക്കോട് 3 ദിവസം പെരുന്നാൾ ആഘോഷിച്ചു. ആര് വന്നപ്പോൾ? ഇവിടെ ഒരുപാട്, നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ, ഒരുപാട് അഹ്ലുൽ ബൈത്ത് ഉണ്ടായിട്ട് കൂടി പാണക്കാട് കുടുംബത്തിന്റെ വല്ലിപ്പ അലിയുൽ ഹദ്റമി ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു കോഴിക്കോട് വന്നപ്പോൾ കോഴിക്കോട് വലിയ ആഘോഷമാക്കി. ആ ആഘോഷത്തിന് മാനവിക്രമൻ രാജാവ് നേതൃത്വം കൊടുത്തു. ശ്രദ്ധിക്കാം, മാനവിക്രമൻ സഹോദരി നേതൃത്വം കൊടുത്തു. 3 ദിവസം ആഘോഷമായിരുന്നു. തെരീമിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ആദ്യം വന്നത് കോഴിക്കോട്ടാണ്. പിന്നെ കോഴിക്കോട് സയ്യിദ് ജിഫ്രി റളിയല്ലാഹു അൻഹു ഉള്ളത് കൊണ്ട് അടുത്ത മുസ്ലിം കേന്ദ്രമായ വളപട്ടണത്തിലേക്ക് പോയതാണ്. ശ്രദ്ധിക്കാം, മദീന, ബസറ, തെരീം, കോഴിക്കോട്, വളപട്ടണം, കോഴിക്കോട്, മലപ്പുറം, പാണക്കാട്. അങ്ങനെ ആദ്യം കോഴിക്കോട്, പിന്നെ വളപട്ടണത്തേക്ക് പോയി. 3 ദിവസം കോഴിക്കോട് വലിയ സ്വീകരണങ്ങൾ. ഇവിടെ ഭയങ്കരം വലിയ രാജകീയ സ്വീകരണമുണ്ടായി. രാജാവ് വളരെയേറെ സന്തോഷിച്ചു. എപ്പാടും, അതായത് ബഹുമാനപ്പെട്ട അലിയുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഒരു ഖ്യാതി നാടാകെ പരന്നിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. എമ്പാടും അഹ്ലുൽ ബൈത്ത് ഇവിടെ ഉണ്ടായിട്ട് കൂടി ബഹുമാനപ്പെട്ടവരെ വല്ലാതെ ആദരിക്കുകയും വല്ലാതെ എതിരേറ്റ് സ്വീകരിക്കുകയും ചെയ്തു. 1159 ബഹുമാനപ്പെട്ടവർ തെരീമിൽ ജനിച്ചു. 1159 തെരീമിൽ ജനിച്ചു. ഹിജ്റ 1189 കോഴിക്കോട് കപ്പലിറങ്ങി. ശിഹാബി കുടുംബത്തിന്റെ വാപ്പ അലിയുൽ ഹദ്റമി ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുക, 1189 1189 ശിഹാബി കബീലയുടെ വാപ്പ
അലിയുൽ ഹദറമി ശിഹാബുദ്ദീൻ റളിയല്ലാഹു അൻഹു കോഴിക്കോട് കപ്പലിറങ്ങി മാനവിക്രമൻ രാജാവും അനുയായികളും കൂടിയിട്ട് വലിയ ആഘോഷമായി സ്വീകരിച്ചു. പിന്നെ വളപട്ടണത്തുകാരുടെ ആവശ്യപ്രകാരം രാജകീയ സ്വീകരണത്തോടുകൂടെ അദ്ദേഹത്തെ വളപട്ടണത്തിൽ നിയോഗിച്ചു. പിന്നെ അവിടെയായിരുന്നു ബഹുമാനപ്പെട്ടവർ സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹദറമി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വഫാത്തായിട്ടുള്ളത് 1212 വളപട്ടണത്ത് ആണ് വഫാത്തായത്. കക്കുളങ്ങര പള്ളിയിലാണ് ഖബർ. കേരളത്തിൽ വന്നത് ജനിച്ചത് 1159 59 ജനിച്ചു. 1181 1181 കേരളത്തിൽ വന്നു. 1212 വളപട്ടണത്ത് വഫാത്തായി. അവിടെയാണ് കക്കുളങ്ങര പള്ളിയിലാണ് അവരുടെ ഖബർ. വലിയ നേതാവായിരുന്നു, വലിയ മഹാനായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ഒന്ന് അബ്ദുള്ള, ഒന്ന് ഹുസൈൻ എന്ന് 2 മക്കളുണ്ട്. അടുത്തത് ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്ന കുട്ടി നേരത്തെ തന്നെ മരിച്ചിട്ടുണ്ട്. ഹുസൈൻ വഴിയാണ് പിന്നെ കബീല നിലനിന്നത്. അതായത് അലിയുൽ ഹദറമി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ബഹുമാനപ്പെട്ട അസ്സയ്യിദ് ഹുസൈൻ മുല്ലക്കോയ തങ്ങൾ ശിഹാബുദ്ദീൻ എന്നവർ. അസ്സയ്യിദ് ഹുസൈൻ മുല്ലക്കോയ തങ്ങൾ ശിഹാബുദ്ദീൻ ഖാദിരി ത്വരീഖത്തിന്റെ ശൈഖായിരുന്നു. ഇവർ പ്രത്യേകത, ഇവരെല്ലാം വലിയ ത്വരീഖത്തുകളുടെയും തസവുഫിന്റെയും ആരടക്കം മഹാനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വലിയ ത്വരീഖത്തിന്റെ ഔറാദുകൾ കൊണ്ടിറക്കുന്ന ആളായിരുന്നു. അത് മുഴുവനും വാങ്ങിയത് ഈജിപ്തിൽ നിന്നാണ്. താനും ഷെയ്ഖ് അബ്ദുൽ ഹലീം റളിയല്ലാഹു അൻഹുവിന്റെ മുരീദാണ്, വലിയ സൂഫിയാണ്. ഇത് ഞാൻ പിന്നീട് പറയാൻ സമയമുണ്ടെങ്കിൽ. വലിയ സായിലും സൂഫിയുമാണ്, വലിയ ആളാണ്, മഹാനായ വലിയ ത്വരീഖത്തിന്റെ ആളുകളാണ് അവരെല്ലാവരും. സയ്യിദ് അതേപോലെ തന്നെ ഇവരുടെ കാലത്തെ എല്ലാ ഷെയ്ഖന്മാരും ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ ഇവരുടെയൊക്കെ ഷെയ്ഖാണ്. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരുടെ ഷെയ്ഖാണ്. ഷെയ്ഖായിട്ട് കൂടി ഇങ്ങോട്ടും ആദരിച്ചിരുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഹുസൈൻ മുല്ലക്കോയ തങ്ങൾ ശിഹാബുദ്ദീൻ ഖാദിരി ത്വരീഖത്തിന്റെ വലിയ ഷെയ്ഖായിരുന്നു. അറക്കൽ രാജകുടുംബത്തിൽ നിന്ന് ഖദീജ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു റളിയല്ലാഹു അൻഹ. മനസ്സിലായില്ലേ? അറക്കൽ ബീവിയെ വിവാഹം ചെയ്തു. ഇനി അറക്കൽ കുടുംബത്തിന് റസലുണ്ട്. അതേ റാസില് അറക്കൽ കുടുംബത്തിന് സ്ത്രീ പ്രധാനമാണ്, ആൺ പ്രധാനമല്ല, സ്ത്രീ പ്രധാനം. എന്താ സ്ത്രീ പ്രധാനമാവാൻ കാരണം? അവിടുത്തെ ആദ്യത്തെ രാജസ്ഥാനം ശ്രീദേവിക്കാണ്. ആ രാജസ്ഥാനം കൊടുത്തത് ചേരമാൻ പെരുമാളാണ്. ചേരമാൻ പെരുമാളുടെ പെങ്ങളാണ് ശ്രീദേവി. പിന്നെ ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചു. അഥവാ അവര് താബിഇയ്യത്താണ്, സഹാബികളെ നേരിൽ കണ്ട താബിഇയ്യത്താണ്. ആര്? ബഹുമാനപ്പെട്ട ശ്രീദേവി, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. ആ ഒരു സ്ത്രീ പ്രധാനാണ് ഇപ്പോഴും ആദിരാജ ആമിന ഉമ്മ. ഇപ്പോഴുണ്ട് അവര് ആദിരാജ ആമിന ഉമ്മ. ആദിരാജ ആമിന ഉമ്മ അറക്കൽ രാജകുടുംബത്തിന് ആദിരാജ ആമിന ഉമ്മ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അവരെ കുറിച്ച് സ്ത്രീ പ്രധാനാണ്. ശ്രദ്ധിക്കണേ. ഇവിടെ ബഹുമാനപ്പെട്ട മഹാനായ ചേരമാൻ പെരുമാൾ റളിയല്ലാഹു അൻഹു അവർ വന്നിട്ട് ഇവിടുന്ന് അലിയുൽ ഹദറമി റളിയല്ലാഹു അൻഹു വന്നിട്ട് പിന്നെ ഉള്ള മകൻ വിവാഹം ചെയ്യുന്നത് ഹുസൈൻ മുല്ലക്കോയ തങ്ങളാണ്. ബഹുമാനപ്പെട്ട വിവാഹം ചെയ്യുന്നത് രാജകുടുംബത്തിൽ നിന്നാണ്. അത് അറക്കൽ രാജകുടുംബം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ എന്നല്ല, അന്ന് ഭയങ്കര രാജകുടുംബമാണ്. അവർ വലിയ അധികാരം ഉണ്ടായിരുന്നു, അവർക്ക് സ്ത്രീ പ്രധാനമാണ്. അതിലെ അവിടുത്തെ രാജകുമാരിയായ ഖദീജ ബീവി എന്ന പെണ്ണിനെ വിവാഹം ചെയ്തു ബഹുമാനപ്പെട്ട അലിയുൽ ഹദറമിയുടെ മകൻ ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ റളിയല്ലാഹു അൻഹു. അവര് ബഹുമാനപ്പെട്ട മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ 5ാമത്തെ വല്ലിപ്പയാണ്. 6ാമത്തെ വല്ലിപ്പ വന്നു അലിയുൽ ഹദറമി. 5ാമത്തെ വല്ലിപ്പ അറക്കലിന് വിവാഹം ചെയ്തു. അറക്കലിന്റെ ബന്ധം ചേരമാൻ പെരുമാളോടാണ്. ശ്രദ്ധിക്കുക. അപ്പൊ ചേരമാൻ പെരുമാളാരാ? സഹാബിയാണ്. والبدر شق بأمره والشمس وربت له ردت بغير تردد والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهد وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد. ചന്ദ്രൻ പിളർന്നു നിൽക്കുന്നത് കണ്ടിട്ട് പോയിട്ട് വീട്ടിൽ തപസ് ചെയ്തു. അതിനുശേഷം ബഹുമാനപ്പെട്ടവര് മക്കത്തേക്ക് പോയി ഇഞ്ചി ചാക്കിൽ കെട്ടി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് സഹാബിയാകാൻ പോയ ആളാണ് ചേരമാൻ പെരുമാൾ. അവരുടെ പെങ്ങളാണ് ശ്രീദേവി. അവർ പിന്നെ ഫാത്തിമ എന്ന പേര് സ്വീകരിച്ചു, താബിഇയ്യത്തായി. അവരുടെ സന്താന പരമ്പരകളിലുള്ള ഖദീജ എന്ന മഹദിയെ ബഹുമാനപ്പെട്ട അലിയുൽ ഹദറമി റളിയല്ലാഹു അൻഹു ശിഹാബുദ്ദീൻ അവരുടെ മകൻ
ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും അനുജന്മാരുടെയും 5ാമത്തെ വല്ലിപ്പയായ ബഹുമാനപ്പെട്ട ഹുസൈൻ ശിഹാബുദ്ദീൻ ആയറ്റങ്ങൾ വിവാഹം ചെയ്തു. പക്ഷേ ബഹുമാനപ്പെട്ടവർ അറക്കൽ രാജകുടുംബത്തിൽ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. അത് ബഹുമാനപ്പെട്ടവർക്ക് ഭാര്യയുടെ വീട്ടിൽ അങ്ങനെ താമസിക്കുക എന്നുള്ളത് ധീരന്മാരായ അവർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് വളപട്ടണത്തിൽ നിന്ന് അവര് അറക്കൽ വിവാഹം ചെയ്തു. പിന്നെ അവരിവിടെ വന്ന് താമസിച്ചു എന്നാണ്. കമ്മത്തിലയിലായിരുന്നു വീട്. കോഴിക്കോട് കമ്മത്തിലയിൽ നിന്നൊരു ഒരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു വീട് എന്ന് പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം. ഹുസൈൻ മുല്ലക്കോയത്തങ്ങൾ ശിഹാബുദ്ദീൻ, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 5ാമത്തെ വല്ലിപ്പ ഹുസൈൻ മുല്ലക്കോയത്തങ്ങൾ ശിഹാബുദ്ദീൻ, കോഴിക്കോടാണ് ബഹുമാനപ്പെട്ടത്. ഞാൻ വിശദീകരിക്കുന്നില്ല. വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ത്വരീഖത്തുകളുള്ള ആളായിരുന്നു. ഒരുപാട് മുരീദന്മാർ സദാ ബഹുമാനപ്പെട്ടവരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ടവർക്ക് 7 മക്കളുണ്ട്. ആ 7 മക്കളിൽ പരമ്പര നിന്നിട്ടുള്ള പാണക്കാട് കുടുംബത്തിന്റെ പരമ്പരയുടെ പിതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹല്ലാർ തങ്ങൾ ശിഹാബുദ്ദീൻ 1285 വഫാത്തായി. ജന്മവർഷം കൃത്യമായി കിട്ടുന്നില്ല. ഹിജ്റ 1285 വഫാത്തായ അസ്സയ്യിദ് മുഹല്ലാർ തങ്ങൾ ശിഹാബുദ്ദീൻ ഖാദിരി ത്വരീഖത്തിന്റെ ശൈഖായിരുന്നു. ബഹുമാനപ്പെട്ടവർ മലപ്പുറത്ത് വിവാഹം ചെയ്തു. അങ്ങനെ മലപ്പുറത്ത് താമസമാക്കി. ഇപ്പോൾ മലപ്പുറത്തെ വലിയ യാർത്ഥങ്ങൾ മലപ്പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹല്ലാർ തങ്ങൾ, മനസ്സിലായില്ലേ പറഞ്ഞത്? അലിയിൽ ഹദറമി റളിയല്ലാഹു അൻഹു കോഴിക്കോട് വന്ന് വളപട്ടണത്ത് പോയി. പിന്നെ അവരുടെ മകൻ ഹുസൈൻ മുല്ലക്കോയത്തങ്ങൾ പിന്നെ അറക്കലിന് വിവാഹം ചെയ്തു. അതിനുശേഷം കോഴിക്കോട്ട് താമസമാക്കി. അവരുടെ മകൻ മുഹല്ലാർ തങ്ങൾ മലപ്പുറത്ത് വിവാഹം ചെയ്തു, മലപ്പുറത്ത് താമസമാക്കി. അതാണ് മുഹല്ലാർ തങ്ങൾ. അതായത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ 4ാമത്തെ ശിഹാബി കുടുംബത്തിന്, ശ്രദ്ധിക്കണില്ലേ പറഞ്ഞത്, 4ാമത്തെ വല്ലിപ്പ മുഹല്ലാർ തങ്ങൾ. വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ, ഞാൻ വിശദീകരിക്കുന്നില്ല, വലിയ മഹാന്മാരവരൊക്കെ. അദ്ദേഹത്തിന്റെ മകനാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ ശിഹാബുദ്ദീൻ. ആണ് ആദ്യമായി പാണക്കാട്ടെത്തി. മുഹല്ലാർ തങ്ങളുടെ മകൻ. ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ, ശ്രദ്ധിക്കണം, മുഹല്ലാർ തങ്ങൾ താമസിച്ചിരുന്ന മലപ്പുറത്താണ്. മലപ്പുറം നിന്ന് പാണക്കാട്ടെത്തി ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ, അതായത് മുഹല്ലാർ തങ്ങളുടെ മകൻ. ഇതിന്റെ പിന്നിൽ ശ്രദ്ധിക്കണേ, അലിയിൽ ഹദറമി റളിയല്ലാഹു അൻഹു, അവരുടെ മകൻ ഹുസൈൻ മുല്ലക്കോയത്തങ്ങൾ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് മുഹല്ലാർ തങ്ങൾ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകനാണ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. ഹുസൈൻ ആറ്റക്കോയത്തങ്ങളും മുഹല്ലാർ തങ്ങൾ മലപ്പുറത്താണ് താമസിച്ചിരുന്നത്. ആദ്യമായി പാണക്കാട്ട് വരുന്ന സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളാണ്. അതിന് പിന്നിൽ വേറൊരു കഥയുണ്ട്. ആ കഥ ഞാൻ ലേശം ഒന്ന് വായിക്കാം. ഈ കാലഘട്ടത്തിന്റെ വലിയ ഫഖീഹും വലിയ ആബിദും ആയിരുന്ന KK സദഖത്തുള്ള മുസ്ലിയാർ തന്റെ ശിഷ്യന്മാർക്ക് ദർസിൽ വിശദീകരിച്ചു കൊടുത്ത ഒരു ചരിത്രരേഖ. ഇന്നലെ കൂടി നജീബ് മൗലവി വിളിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉറപ്പിച്ചു. എന്നിട്ട് അവിടെ പറയുന്നത് ഒരു ചരിത്രരേഖ വായിക്കാന്ന് ശ്രദ്ധിക്കാം. അതായത് പലർക്കും വിവരമില്ലാത്ത, ഞാനിത് തെരഞ്ഞിട്ട് കുറെ നടന്നു, ഈ ചരിത്രരേഖ പലർക്കും അറിയൂല. അവസാനം ഇത് തേടി പിടിച്ചത് ഇങ്ങനെ ഒരു ഇങ്ങനെ വാക്കുകൾക്ക് എങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ ചരിത്രരേഖ ബഹുമാനപ്പെട്ട KK സദഖത്തുള്ള മുസ്ലിയാർ തന്റെ ശിഷ്യന്മാർക്ക് പറയുകയും പ്രചരിപ്പിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായ നജീബ് മൗലവിയെ വീണ്ടും ഇന്നലെ വിളിച്ച് ഉറപ്പിച്ച ചരിത്രം ഉസ്താദ് വന്യരായ ശൈഖുന KK സദഖത്തുള്ള മുസ്ലിയാരുടെ വിശദീകരണത്തോടു കൂടിയാണ് ഈ ചരിത്രം പറയുന്നത്. അതായത് മുഹല്ലാർ തങ്ങൾ മലപ്പുറത്തായിരുന്നു. അവര് പാണക്കാട് വരാനുള്ള കാരണം, ഒരു ദിവസം പാണക്കാട് ചാലിൽ നായർ തറവാട്ടിൽ ഒരു അത്യാഹിതം. നേരം പുലർന്നപ്പോൾ എല്ലാവരും മരിച്ചതുപോലെ കിടക്കുന്നു. അന്നത്തെ പ്രമുഖ വൈദ്യന്മാരെത്തിയെങ്കിലും പ്രതിവിധിയില്ലായിരുന്നു. ഒടുവിൽ അവർ മുഹല്ലാർ തങ്ങളെ കണ്ട് കാര്യം പറഞ്ഞു. മുഹല്ലാർ തങ്ങൾ ദർസിൽ വിദ്യാർത്ഥിയായിരുന്ന തന്റെ മകൻ ഹുസൈൻ ആറ്റക്കോയത്തങ്ങളുടെ കയ്യിൽ ഒരു വടി കൊടുത്തു വിട്ടു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. മുഹല്ലാർ തങ്ങളോട് പോയിട്ട് ഇവർ ചാലിൽ നായർ തറവാട്ടുകാര് നേരം വെളുത്തപ്പോൾ ആർക്കും എണീക്കാൻ വയ്യ, എല്ലാവരും മിണ്ടാതെ മരിച്ചതുപോലെ കിടക്കുക. പല വൈദ്യന്മാരും പരിശോധിച്ചിട്ട് ഒരു രക്ഷയുണ്ടായില്ല. അവസാനം മുഹല്ലാർ തങ്ങളെ ആളുകൾ പോയി കണ്ടു. മുഹല്ലാർ തങ്ങൾ പാപ്പ തന്റെ മകൻ ദർസിൽ വിദ്യാർത്ഥിയായിരുന്ന ഹുസൈൻ ആറ്റക്കോയത്തങ്ങളുടെ കയ്യിൽ ഒരു വടി കൊടുത്തു വിട്ടു. പാണക്കാട്ടെ ചാലിൽ തറവാട്ടിൽ ബോധപറ്റി കിടക്കുന്നവരെ ഓരോ അടി കൊടുത്തു ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു.
ചാലിൽ തറവാട്ടുകാർ ഇസ്ലാം സ്വീകരിക്കുകയും, നായർ തറവാടായിരുന്നു, ഇസ്ലാം സ്വീകരിക്കുകയും തങ്ങളെ താണക്കാട്ട് താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. മനമില്ല മനസ്സോടെ അവിടുത്തെ മുസ്ലിമീങ്ങളുടെയും മുസ്ലിമീങ്ങളായി പുതുമുസ്ലിമീങ്ങളുടെയും നിർബന്ധപ്രകാരം ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ, ബാപ്പയുടെ തറവാട് മൊഹ്ലാർ തങ്ങളുടെ തറവാട് മലപ്പുറത്താണ്. ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ ആദ്യമായി ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ വിസമ്മതിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഉസ്താദായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാരുടെ നിർബന്ധം അനുസരിച്ച് കാണക്കാട്ടേക്ക് പോകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ചാലിൽ തറവാട്ടുകാർ അന്ന് നിർമ്മിച്ച് നൽകിയതാണ് പഴയ മാളിയക്കൽ തറവാട്, പാണക്കാട്ടെ PMS. അതാണ് പഴയ മാളിയക്കൽ തറവാട്. അതാണ് പഴയ മാളിയക്കൽ സയ്യിദ് എന്നാണ് PMS പൂക്കോയത്തങ്ങളുടെ PMS പൂക്കോയത്തങ്ങൾ എന്നതാണ്. പഴയ മാളിയക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയത്തങ്ങൾ. ഇതാണ് അതാണ് അവരുടെ വല്ലിപ്പ. ഇവരുടെ വല്ലിപ്പ ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ പാണക്കാട് വരാനുള്ള അസില് കാരണം ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് ഞാൻ ഇവിടെ വായിച്ചത്. ഹുസൈൻ ആറ്റക്കോയത്തങ്ങളെ കുറിച്ച് ഇനിയും ലേശം പറയേണ്ടതുണ്ട്. ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ വലിയ മഹാനായിരുന്നു. അദ്ദേഹം വലിയ സ്വാതന്ത്ര്യ സമരസേനായി. അതായത് കേവലം ഇവരെ ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ദീനീ തെർബിയത്ത് മാത്രം ചെയ്യല്ല, അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കൂടി ഇസ്ലാം ദുനിയാവൽ ആഖിറ, ദുന്യവിയും ഉഖ്റവിയുമായ സകല കാര്യങ്ങളിലും ഇവരുടെ ഇസ്ലാഹ് അതാത് കാലഘട്ടങ്ങളിൽ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പാണക്കാട്ട് ആദ്യമായി വന്നത് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ഖബർ വെല്ലൂരാണ്, ബാഖിയാത്തിന്റെ മുന്നിലാണ്. അതിന്റെ മുന്നിലുള്ള ചരിത്രമാണ് ഇവിടെ വായിക്കുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ ചരിത്രത്തിൽ ഇത് കാണുന്നുണ്ട്. ബ്രിട്ടീഷുകാർ പാസാക്കിയ, ഞാനിങ്ങനെ ഓടിച്ച ചരിത്രരേഖ അങ്ങനെ തന്നെ എന്റെ വക കൂട്ടാതെ പറയാം. ബ്രിട്ടീഷുകാർ പാസാക്കിയ മാപ്പിള ആക്ടിന്റെ പേരിൽ നൂറുകണക്കിന് മാപ്പിളമാരെ നാടുകടത്തുകയും കൂട്ടപ്പിഴ ചുമത്തുകയും ചെയ്ത ബ്രിട്ടീഷ് കാബാലികർ മുസ്ലിങ്ങളുടെ സാമ്പത്തിക കെട്ടുറപ്പും സംഘടനാശേഷിയും തകർത്തു. മുസ്ലിം സമുദായത്തിന്റെ പരിതാപകരമായ ഈ അവസ്ഥയിൽ ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ ദുഃഖിച്ചു. ഇതിനിടവരുത്തിയ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം ചെയ്യാൻ തങ്ങൾ ഫത്വ ഇറക്കുകയും ചെയ്തു. വലിയ മഹാനായിരുന്നു ഹുസൈൻ ആറ്റക്കോയത്തങ്ങള്. ശ്രദ്ധിക്കുക, ഹുസൈൻ ആറ്റക്കോയത്തങ്ങള് 80 മഹല്ലിന്റെ കളിയായിരുന്നു. ബ്രിട്ടീഷുകാർ നാട് കടത്തുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ? 80 മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താ? അന്ന് 25-30 കിലോമീറ്റർ കൂടുമ്പോഴാണ് ഒരു പള്ളി. 80 മഹല്ലിന്റെ കാളി എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിന്റെ കാളിയാ. അതായത് ഈ ഖാലിസ്ഥാനം ഇന്ന് തുടങ്ങിയതല്ല. ഇത് മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇവർ തൽക്കാലം അങ്ങോട്ട് മുണ്ടിട്ട് തല കെട്ടിയപ്പോൾ കളിയാക്കിയതല്ല. ഇതിനൊരു പാരമ്പര്യമുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ നാട് കടത്തുന്ന കാലത്ത് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ 80 മഹല്ലിന്റെ കാളിയാണ്. ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ 25-30 കിലോമീറ്റർ ഉണ്ടാവും ഒരു പള്ളി. അങ്ങനത്തെ 80 മഹല്ല് എന്ന് പറഞ്ഞാൽ ഏകദേശം അത് ഇന്നൊരു കൊച്ചു കേരളത്തോളം വരും. അത്തരം പള്ളികളുടെ മഹല്ലുകളുടെ കാളിയായിരുന്നു ആര്? ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ബാപ്പ, പൂക്കോയത്തങ്ങളുടെ ബാപ്പ, കോയത്തങ്ങളുടെയും ബാപ്പ ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. അതായത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മൂന്നാമത്തെ വല്ലിപ്പ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ബാപ്പ പൂക്കോയത്തങ്ങളുടെ ബാപ്പ കോയത്തങ്ങളുടെ ബാപ്പയാണ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. ഹുസൈൻ ആറ്റക്കോയത്തങ്ങളുടെ ബാപ്പയെ നേരത്തെ ഇവിടെ പരാമർശിച്ചു. ആര്? മൊഹ്ലാർ തങ്ങളുടെ മകൻ. പാണക്കാട്ടേക്ക് വടി കൊടുത്ത് കൈ കൊടുത്ത് അയച്ച ആ കുട്ടി പിന്നെ വലിയതായി 80 മഹല്ലുകളുടെ കാളിയായി. ആ 80 മഹല്ല് വലിയ ഒരു പ്രദേശമായിരിക്കും അക്കാലത്ത്. ആ ബഹുമാനപ്പെട്ട ഒരു ബ്രിട്ടീഷുകാർ നാട് കടത്തിയതാണ്. എന്താ കാരണം സമുദായത്തിന്റെ യശസ്സിന് വേണ്ടി എണീറ്റുന്നു തന്നെ ബ്രിട്ടീഷുകാരോട്. അഥവാ ഈ കുടുംബം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവാർപ്പണം ചെയ്ത കുടുംബം. മനസ്സിലാക്കണം, ഈ രാജ്യത്തിന് ഇവരോട് കടപ്പാടുണ്ട്. ആചാരപടി മുടക്കിയതിന്റെ ഫിഖ് എന്താണെങ്കിലും ആരിമീങ്ങൾ പറയണം. പക്ഷേ രാജ്യത്തിന് മാറ്റലുണ്ട്. ആചാരപടി മുടങ്ങിയതിന്റെ കാര്യം പിന്നെ, പക്ഷെ രാജ്യത്തിന് അത് മാറ്റലുണ്ട്. വെറുതെ ഒന്നല്ല, കുറച്ചങ്ങോട്ട് നീളുന്നുണ്ട്. ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ രാജ്യത്തിന് വേണ്ടി സ്ഥിരദേശാഭിമാനിയായിരുന്നു. വലിയ ആര്യമായിരുന്നു, വലിയ മുദരിസായിരുന്നു. പക്ഷെ പള്ളിയിൽ മാത്രം കൂടി ആളായിരുന്നില്ല. വലിയ സമുദായ സേവകനായിരുന്നു. എമ്പടോളം ഒരു കൊച്ചു കേരളം പോലെ വിശാലമായ ഒരു നാട്ടിന്റെ കാളിയായിരുന്നു. നോക്കൂ നിങ്ങൾ, ബ്രിട്ടീഷുകാരോട് പോരാടിയ ഒരു മാപ്പിള യോദ്ധാവായിരുന്നു കൊളക്കാടൻ കുട്ടിഹസനെയും സഹപ്രവർത്തകരെയും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിനും ജിഹാദിനും പ്രേരിപ്പിച്ചുവെന്ന കുറ്റം ചുമത്തി ആറ്റക്കോയത്തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു.
ഉത്തരവ് ലഭിച്ച ഉടനെ കുട്ടിയാസൻ തഹസിൽദാരും വിശദമായി അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി. അതിനും ഒരു കാരണമുണ്ട്. ഈ കുട്ടിയാസൻ അടക്കമുള്ള ആളുകൾക്ക് ഐക്കല്ല് കെട്ടിക്കൊടുത്തിരുന്നു. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഐക്കല്ല് കെട്ടിക്കൊടുത്തിരുന്നു ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. ആ ഐക്കല്ല് അങ്ങോട്ട് കെട്ടിയാൽ ഏത് വെടിയുണ്ടയുടെ മുന്നിലും ഇറങ്ങാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ അനുഗ്രഹം കൊടുത്തു. ഇതൊക്കെ ചരിത്രമാണ്, ഇതൊക്കെ വസ്തുതയാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് വെടിയുണ്ട ഏൽക്കാതെ എമ്പാടും ബ്രിട്ടീഷുകാർ മരിച്ചു. ഈ 5-6 ആൾക്കൊന്നും പറ്റിയില്ല. അവസാനം അവരെ കൂട്ടത്തിലെ ഒരാൾ ഐക്കല്ല് പറിച്ചു വെച്ച് ഷഹീദാകാൻ തീരുമാനിച്ചു. അത് കാരണം പിടിക്കപ്പെട്ടു. ഇതാണ് സംഭവം. ഐക്കല്ല് പറിച്ചു വെച്ചു, ഷഹീദാകാൻ ഉറപ്പിച്ചു. ഈ ഐക്കല്ല് തടിയിലുണ്ടാവുമ്പോൾ ഒന്നും പറ്റില്ല. അങ്ങനെ യുദ്ധം ചെയ്തു. അനവധി ബ്രിട്ടീഷുകാരെ അവർ കൊലപ്പെടുത്തി. ഈ കുട്ടിയാസനും സംഘവും ഐക്കല്ല് അഴിച്ചു വെച്ച് ഷഹീദാകാൻ തീരുമാനിച്ച ആളെ ബ്രിട്ടീഷുകാർ പിടികൂടി. അവസാനം ചോദ്യം ചെയ്യില്ല. അവസാനം അത് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളാണ്. ആറ്റക്കോയത്തങ്ങളെ വീട്ടിൽ ആള് വന്നു. തങ്ങളോട് പറഞ്ഞു, വലിയൊരു ചർച്ചയാണെന്ന് വിഷയമായി ഞാൻ വിശദീകരിക്കുന്നില്ല. ആറ്റക്കോയത്തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഞാൻ അങ്ങനെ ഒരു ഐക്കല്ല് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞാൽ മതി. കുട്ടിയസനും ഒന്നും ഇവിടെ വന്നിട്ടില്ല, ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് അവർ വെറുതെ പറഞ്ഞാൽ മതി എന്ന് ബ്രിട്ടീഷുകാർ സായിപ്പടക്കം നിർബന്ധിച്ചു ഹുസൈൻ ആറ്റക്കോയത്തങ്ങളോട്. അപ്പോൾ പറഞ്ഞു, നിങ്ങളോട് ഞാൻ അങ്ങനെ പറയാം, പക്ഷേ അള്ളാഹിന്റെ മുന്നിൽ എന്താ പറയാ, എനിക്ക് അള്ളാഹിന്റെ മുന്നിൽ വിഷമമുള്ള ഒരു കാര്യം പറയാൻ പറ്റൂല. അതുകൊണ്ട് എൻ്റെ തല പോയാൽ എനിക്ക് പ്രശ്നമില്ല, നിങ്ങളെ വിധി നിങ്ങൾ നടപ്പാക്കിക്കോളൂ. അങ്ങനെ വിധി നടപ്പാക്കി ഏറ്റവും ചെറിയ ശിക്ഷയായി നാട് കടത്താൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ടവർ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അഹമ്മദ് കുരിക്കളും ഏതാനും പോലീസുകാരും ആറ്റക്കോയത്തങ്ങൾ അറസ്റ്റ് ചെയ്തു. അന്ന് തന്നെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ വഴി വെല്ലൂർ ജയിലിലേക്ക് കൊണ്ടുപോയി. ഇനി കറാമത്ത് യാത്രാമധ്യേ ഞാൻ എന്തിനാ പറയുന്നത്, വായ്ത്താരി അല്ലാതെ രേഖയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറാമത്ത് പറയുന്നത്. ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നവരുണ്ടാവും. യാത്രാമധ്യേ ട്രെയിൻ ഒറ്റപ്പാലത്തിനടുത്തുള്ള ലക്കിടിയിലെത്തി. എത്തിയപ്പോൾ തങ്ങളെ കയ്യിൽ വടിയുണ്ട്. നേരത്തെ തന്നെ വടി കൊടുത്തയച്ചിട്ടുണ്ട്. ആര്? നമ്മളിവിടെ ഇല്ലല്ലോ. മൊഹ്ലാർ തങ്ങളുടെ വടി കാരനാണ് ഇവിടെ എത്തിയത്. ഈ വടി സന്തത സാചാരിയായി വടി കൂടുണ്ട്. ഈ വടി കയ്യിലുണ്ട്. ഒരു വടി, ഒരു മുസല്ല, ഇതൊക്കെ കയ്യിലുണ്ട്. തസ്ബീഹ് മാല 3 കയ്യിലുള്ളൂ. നാട് കടത്തുക 80 മഹലിന്റെ കാളിയ. വലിയ ആ രംഗമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരു നാട്ടിലേക്ക് മടങ്ങി, ഇനി ഭാര്യ മക്കളിലേക്കില്ല. ഭാര്യ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ വിട്ട് നാട് കടത്താം. സർവാദരണീയനായ അക്കാലത്തെ കൊച്ചു കേരളത്തിന്റെ ഒരു കാളി. ഒരു വാക്ക് പറഞ്ഞാൽ മതി, അത് ഞാനറിയില്ല. ഒറ്റ വാക്ക് അറിയില്ല, പറയാത്ത കുടുംബാണ്. നമ്മൾ മനസ്സിലാക്കണം. അവരുടെ സ്ഥാനം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഒരു മുസല്ല, ഒരു മുസല്ല, പിന്നെ ഒരു തസ്ബീഹ് മാല, പിന്നെ ഈ വടി, 3 കൊണ്ട് യാത്ര ചെയ്യാം. യാത്രാമധ്യേ ട്രെയിൻ ഒറ്റപ്പാലത്തിൽ ലക്കിടിയിലെത്തിയപ്പോൾ, ലക്കിടിക്കന്ന് ലക്കിടിന്ന് പേരില്ല, വണ്ടി നിൽക്ക്, എനിക്ക് നിസ്കരിക്കാൻ നേരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുബഹ ആണെന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. സുബൈ നിസ്കരിക്കുന്ന നേരം ഒറ്റപ്പാലത്തിനടുത്തെത്തി. അവിടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സുബൈ നിസ്കരിക്കണം, ബാങ്കിന് നേരമായിട്ടുണ്ട്, വണ്ടി നിർത്തിയെന്ന് പറഞ്ഞു. ഒരു വണ്ടി നിർത്തിയില്ല. ഉടനെ അത്ഭുതം, ട്രെയിൻ നിന്നു. ഈ വടി കൊണ്ട് ട്രെയിൻ അടിച്ചു എന്നാണ് ഒരു ചരിത്രം. ഈ വടി കൊണ്ട് ട്രെയിൻ അടിച്ചു. അങ്ങനെ വണ്ടി അവിടെ നിർത്തി. ബഹുമാനപ്പെട്ടവർ ഭാരതപ്പുഴയിൽ ഇറങ്ങി ഒളിവെടുത്തു, നിസ്കരിച്ചു. അതിനിടയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഡ്രൈവർ പലവണ്ണം ശ്രമിച്ചു. മഹാനവർകൾ വരുന്നതിന് മുമ്പ് ട്രെയിൻ സ്റ്റാർട്ടാക്കാൻ ഡ്രൈവർ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ആ ശ്രമം നിഷ്ഫലമായി. തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോൾ വണ്ടി പുറപ്പെട്ടു. ആറ്റക്കോയത്തങ്ങൾ വണ്ടി നിൽക്കാൻ പറഞ്ഞ സ്ഥലത്താണ് പിന്നീട് ലക്കിടി റെയിൽവേ സ്റ്റേഷൻ വന്നത്. ലക്കിടി എന്ന് പറഞ്ഞാൽ തന്നെ ഹിന്ദിയിൽ വടി എന്നർത്ഥം. ഈ വടി ഹുസൈൻ ആറ്റക്കോയ നമ്മളിവിടെ ഇല്ല. ഈ ലക്കിടി ഹിന്ദിയിൽ ലക്കിടി എന്നാണ് എന്താർത്ഥം? വടി. ഇത് വടിയാ. ധാരവടിയാ ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ. ഈ വടി ആര് കൊടുത്തതാ? ഒരു വടിയെ പറ്റി ശേഖനോടെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പല വടികളുണ്ട് ലോകത്ത്. വടിയുണ്ട്, വടി പിടിപ്പിക്കാന്നറിയ ഏർപ്പാടുണ്ട്, അത് വേറെ വടിയാണ്. ഇതല്ല, ഇത് കറാമത്തിന്റെ വടിയാ. ഇത് കറാമത്തിന്റെ വടി, മഹാന്മാരുടെ വടിയാ. ഇത് മൂസാ നബിയുടെ വടി പോലത്തെ ഒരു വടിയാ. മഹാന്മാർ തലമുറയായി കൈമാറുന്ന വടിയാ. ഇത് മൊഹ്ലാർ തങ്ങൾ കൊടുത്തയച്ച വടിയാണ്. ആ വടി കൊണ്ട് തനിക്ക് സുബഹി നിസ്കരിക്കാൻ വേണ്ടി വണ്ടിയിലടിച്ചു. വണ്ടി നിന്നു. താഴെ ഇറങ്ങിയിട്ട് വുളു ചെയ്തു, നിസ്കരിച്ചു. നിസ്കാരത്തിനിടയിൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഒന്നും പറ്റിയില്ല. അവസാനം ബഹുമാനപ്പെട്ടവർ വണ്ടി കയറി യാത്ര തുടർന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ബഹുമാനപ്പെട്ടവർ വണ്ടിയെ അടിച്ചു നിർത്തിയ സ്ഥലത്ത് അവരോടുള്ള ആദര സൂചകമായി പിന്നീട് റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിച്ചു. അതാണ് ലക്കിടി റെയിൽവേ സ്റ്റേഷൻ. ലക്കിടി എന്ന പേര് അന്നില്ല, പിന്നെ വന്നതാണ്. ലക്കിടി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ അർത്ഥം വടിയാണ്. ഇതാ കാരണം.
വഅഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ മകനാണ് കോയനിക്കോയ തങ്ങൾ, കോയനിക്കോയ ശിഹാബുദ്ദീൻ അഥവാ പൂക്കോയ തങ്ങളുടെ ബാപ്പ. അതായത് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ നേരെ വല്യാപ്പ. മനസ്സിലായില്ലേ? പൂക്കോയ തങ്ങളുടെ ബാപ്പ അഥവാ കോയനിക്കോയ തങ്ങൾ, കോയനിക്കോയ ശിഹാബുദ്ദീൻ ബഹുമാനപ്പെട്ടവരും വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ടവർ താമസിച്ചിരുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട ബഷീർ അലി ശിഹാബ് തങ്ങൾ താമസിക്കുന്ന അതാണ് മാളിയക്കൽ തറവാട്. അതാണ് അവിടെയായിരുന്നു തീർപ്പ് കൽപ്പന. അവിടെ അതിന്റെ മുന്നിൽ തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ ഖബർ. ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ പിന്നെ നാട് കടത്തി പറഞ്ഞയച്ചു. വെല്ലൂർ ജയിലിൽ വെച്ച് വഫാത്തായി. അവിടെയാണ് വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ മുന്നിലാണ് ബഹുമാനപ്പെട്ട ഖബർ. അല്ലാഹു ഫിർദൗസിൽ അവരോട് കൂടെ കണ്ടുമുട്ടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വലിയ സാഹിബുൽ കറാമത്തായിരുന്നു. അവരുടെ മകൻ കോയനിക്കോയ തങ്ങൾ, അവരാണ് പൂക്കോയ തങ്ങളുടെ ബാപ്പ, കോയനിക്കോയ ശിഹാബുദ്ദീൻ. 2 മക്കളാണ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ പോകുമ്പോഴുള്ളത്. ഒന്ന് കോയനിക്കോയ തങ്ങളും ഒന്ന് അലി പൂക്കോയ തങ്ങളും. അലി പൂക്കോയ തങ്ങൾക്ക് മക്കളില്ല. പക്ഷേ കോയനിക്കോയ തങ്ങൾ വലിയ ആരിഫായിരുന്നു, വലിയ സാലിഹായിരുന്നു, ഖാളിയായിരുന്നു, വലിയ തീർപ്പ് കൽപ്പക്കാരനായിരുന്നു. എല്ലാം ബഹുമാനപ്പെട്ടവര് ഹിജ്റ 1302 ഷഅബാൻ 10 വഫാത്തായി. അന്ന് കുട്ടിയാണ്. ആര്? ഹിജ്റ 1302 ഷഅബാൻ 10 വഫാത്തായി. കോയനിക്കോയ തങ്ങൾ വഫാത്തായി. അന്ന് കുട്ടിയാണ്. ആര്? ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കോയ തങ്ങൾ ശിഹാബുദ്ദീൻ പൂക്കോയ തങ്ങൾ. ഇവരുടെ നേരെ വല്യപ്പ, അതായത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ, ബഹുമാനപ്പെട്ട സാദിഖ് ശിഹാബ് തങ്ങളുടെ ഒക്കെ ബാപ്പ ആയ പൂക്കോയ തങ്ങളുടെ ബാപ്പയാണ് ആര്? കോയനിക്കോയ തങ്ങൾ. മനസ്സിലായില്ലേ? കോയനിക്കോയ തങ്ങൾ നേരത്തെ വഫാത്തായി 1302 ഷഅബാൻ 10 വഫാത്തായി. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ തന്നെ വലിയ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട അവരുടെ കോയനിക്കോയ തങ്ങൾ വഫാത്തായതിനു ശേഷം കുടുംബം പോറ്റിയത് ബഹുമാനപ്പെട്ട അസയ്യിദ് അലി പൂക്കോയ ശിഹാബുദ്ദീനാണ്. ഇതാണ് കുടുംബത്തെ പോറ്റിയത്. ആരുടെ കുടുംബത്തെ? ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളെ കുടുംബത്തെ പോറ്റിയത് ബഹുമാനപ്പെട്ട അലി പൂക്കോയ ശിഹാബുദ്ദീൻ. ബഹുമാനപ്പെട്ടവരോടുള്ള ആദര സൂചകമാണ് അലി എന്ന് എല്ലാ മക്കളിലും പൂക്കോയ തങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതാണ് മുഹമ്മദ് അലി, അതാണ് ഉമർ അലി, അതാണ് ഹൈദർ അലി, അതാണ് സാജിഖ് അലി, അതാണ് അബ്ബാസ് അലി. അത് പിന്നെ അവരും പുലർത്തി. അതാണ് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ തന്റെ മകന് ഒന്ന് ബഷീർ അലി, ഒന്ന് മുനവ്വിർ അലി. ഇതിനൊക്കെ അസിലുണ്ട്. ഇത് കാരണം എന്താ? കോയനിക്കോയ തങ്ങൾ 1302 ഹിജ്റ 1302 വഫാത്തായതിൽ പിന്നെ കുടുംബ പോറ്റിയത് മക്കളില്ലാത്ത അവരുടെ അനുജൻ ബഹുമാനപ്പെട്ട അലി പൂക്കോയാണ്. അവരോടുള്ള ആദര സൂചകമാണ്. പിന്നീടുള്ള മക്കൾക്കൊക്കെ ഏത് കൊടുത്തു? അലി. ഇനി ബഹുമാനപ്പെട്ടവർ വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ കണ്ണില്ലാത്ത തങ്ങൾ പാപ്പാന്നാ പറയാം.